ശരിക്കും ഒരു റിവേഴ്സ് മൈഗ്രേഷന്റെ കാലാണിത്. ഇപ്പൊ തന്നെ അറിയാലോ, ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ഒക്കെ വന്ന് ജോലി ചെയ്യുന്നവരിൽ പലരും വിദേശികൾ തന്നെയാണ്. ഇന്ത്യക്കാർ മാത്രമല്ല മടങ്ങി വരുന്നത്. അപ്പൊ ഞങ്ങൾ പറയാറുണ്ട്, അമേരിക്കയ്ക്ക് പോകാനൊരു വിസ എടുക്കാൻ നിൽക്കുന്നത് പോലെ തന്നെ ഇന്ത്യക്ക് പോകാനൊരു വിസ എടുക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കുന്ന ഒരു കാലം വരും തീർച്ചയായിട്ടും. അങ്ങനെ വരണമെങ്കിൽ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ രാജ്യം വരണം. അപ്പൊ എന്റെ ബ്രദറൊക്കെ US ജീവിതം വേണ്ടാന്ന് വെച്ച് മക്കളെ ഇന്ത്യയെ വളർത്തണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെ എല്ലാം വിട്ടിട്ട് തിരിച്ചു പോകുന്നവർ. അപ്പൊ അങ്ങനെ യങ് ഫാമിലീസ് ആർ കമ്മിങ് ബാക്ക് എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ 60കളിലൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് അങ്ങോട്ട് പോയവരൊന്നും വിട്ടിട്ട് പോയ രാജ്യമല്ല ഇപ്പൊ ഇന്ത്യ. ഇന്ത്യക്ക് വന്ന ട്രാൻസിഷൻ അവർക്ക് അറിയാത്തത്, പിന്നെ അവരത്രയൊന്നും നാട്ടിലേക്ക് വരാത്തത് കൊണ്ടാണ്. നാട്ടിലോട്ട് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അവർ കംഫർട്ടബിൾ ആയി. അപ്പൊ അങ്ങനെ തിരിച്ച് വരാൻ പ്രത്യേകിച്ച് പ്രായമുള്ളവർ, ഒരു 60+ ആയിട്ടുള്ളവരൊക്കെ നാട്ടിലേക്ക് മടങ്ങി വരുന്നവരെ ഇവിടെ അമേരിക്കൻ സൗകര്യങ്ങൾ കൊടുത്ത് താമസിപ്പിക്കാനുള്ള ഒരു സൗകര്യമാണ്. ഏറ്റവും വലിയൊരു പേടി അവിടുന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ഉള്ളത്, അവിടെ കിട്ടുന്ന മെഡിക്കൽ കെയർ ഇവിടെ കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നല്ല ഡോക്ടേഴ്സ് ഉണ്ട് തീർച്ചയായിട്ടും, അത്യാവശ്യം നല്ല ആശുപത്രികളും ഉണ്ട്. ഇന്ത്യൻ ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഒരു രീതി അമേരിക്കൻ ഹെൽത്ത് സിസ്റ്റത്തിന്റെ രീതിയിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഭയമുണ്ട്, ശൈലമ അതുപോലുള്ള കെയർ കിട്ടുമെന്ന്. അപ്പൊ എന്നെ പോലുള്ളവരൊക്കെ തന്നെ തിരിച്ചു വരണം. തിരിച്ചു വന്ന് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് വന്നാൽ ഒരുപക്ഷെ ആൾക്കാർക്ക് തിരിച്ചു വരാനുള്ള ധൈര്യം ഉണ്ടാവും. അവരുടെ പ്രായമായ കാലത്ത് അവർക്ക് എന്ത് സൗകര്യം കിട്ടുമോ അത് ഇവിടെ കിട്ടും എന്ന് വന്നാൽ ഒരുപക്ഷെ കുറെ ആൾക്കാരും കൂടെ തിരിച്ചു പോരാ. കാരണം നാടിനെ എല്ലാവർക്കും സ്നേഹമാണ്. നാടിനോടോ നാടിന്റെ ജീവിത രീതികളോടോ ഒക്കെ എല്ലാവർക്കും സ്നേഹമാണ്. പക്ഷേ അവർ ശീലിച്ചിട്ടുള്ള ചില സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആക്കി കൊടുത്താൽ a lot more people will come back, പ്രത്യേകിച്ച് വയസ്സുകാലത്ത്.